ഒരു രാജ്യത്തിൽ ഇത്രയധികം 75 കൊല്ലക്കാലം ഒരു രാജ്യത്തെ പിടിച്ചു നിർത്തിയ ഒരു ഭരണഘടന ഒരു രാജ്യത്തിനും ഉണ്ടായിട്ടില്ല. ഈ ബാക്കി രാജ്യങ്ങളിലെല്ലാം ഭരണഘടന ഒന്നുമില്ലെങ്കിൽ ഒരു 7-8 കൊല്ലം കഴിയുമ്പോൾ മാറ്റും, അല്ലേ മറിക്കും. നമ്മൾ ഭരണഘടനയിൽ ഈ അമെൻമെൻറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിലും വളരെ വളരെ ചെറിയ തോതിലുള്ള അമെൻമെൻറ്റുകളാണ് വരുത്തിയിട്ടുള്ളത്. ഒരു ബേസിക് ആയിട്ടുള്ള യാതൊരു റൈറ്റ്സും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മളെ എല്ലാവരെയും ഇങ്ങനെ ഒന്നായിട്ട് പിടിച്ചു നിർത്തി ഒരു രാഷ്ട്രം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം ജേർണലിസ്റ്റുകൾ മനസ്സിലാക്കിയിരിക്കണം. ഭരണഘടനാ അവകാശങ്ങളും വ്യക്തികളുടെ അവകാശങ്ങളും സമൂഹത്തിൻ്റെ റൈറ്റ്സും എല്ലാം അത് ആരെങ്കിലും കൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രിമിനൽ ലോയെക്കുറിച്ചും ഭരണഘടനാ അവകാശങ്ങളെക്കുറിച്ചുള്ള ഇതും ബേസിക്കായിട്ട് മനസ്സിലാക്കിയാൽ ഈ റിപ്പോർട്ടിങ് എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കായിട്ടൊരു തെറ്റ് വരുത്തില്ല. അല്ലെങ്കിൽ ചില ഏതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതാണ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്താണ് എന്നുള്ള കാര്യങ്ങളും മറ്റ് ബേസിക് നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഫെഡറൽ സ്ട്രക്ചർ എന്താണ് നമ്മളെ ഇന്ത്യയിൽ, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. അത് മനസ്സിലാകുമ്പോൾ നമ്മളുടെ റിപ്പോർട്ടിങ്ങിൽ ഒരു ബേസിക്കായിട്ടുള്ള തെറ്റ് വരാനായിട്ടുള്ള സാധ്യതയില്ല. തെറ്റ് വരുത്തുമ്പോഴും നമ്മൾ വളരെ ആത്മാർത്ഥമായി വിശ്വസിച്ച് സ്ഥലത്ത് പോയി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കായിട്ടുള്ള മിസ്റ്റേക്ക് വന്നാൽ നമ്മളെ ഒരു പുച്ഛത്തോടെ ജനങ്ങൾ കാണും. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കരുത്. അപ്പം നമ്മൾ ബേസിക്കായിട്ടുള്ള നിയമവശങ്ങളും ഈ റൈറ്റ്സും ആ നിയമവശങ്ങളും മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രമിക്കണം. അത് പെട്ടെന്ന് പുസ്തകം വായിച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പിടികിട്ടുന്നില്ല. ഏതെങ്കിലും ആളെക്കുറിച്ച് ഒരു ക്ലാസ്സിൽ നിങ്ങൾ എല്ലാം ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ആളെക്കുറിച്ചെങ്കിലും ഉപയോഗിച്ച് ഒരു ചെറിയ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. അതിന് വിദഗ്ധരായ ഒത്തിരി പേരുണ്ട്, ഒത്തിരി അഭിഭാഷകരുണ്ട്, റിട്ടയർഡ് ജഡ്ജസ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ ആ പ്രൊഫഷണൽ എക്സ്പീരിയൻസും വർക്കും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതിനൊന്നും നിങ്ങളുടെ അസോസിയേഷൻ ശ്രമിക്കണം. ഈ കുടുംബമേള ഈ കുടുംബമേള ഡൽഹിയിലെ ജീവിതം ഒരു പ്രത്യേക നമ്മൾക്ക് വളരെ ചുരുങ്ങൻ ചില ആൾക്കാരെ ഉള്ളൂ നമ്മൾ അടുപ്പമായിട്ട്. മലയാളി അസോസിയേഷൻ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളുടെ എന്തെങ്കിലും കാര്യത്തിന് നമ്മളുടെ ആൾക്കാരെ തന്നെ ആശ്രയിക്കണം. പെട്ടെന്നൊരു അസുഖം വന്നാലോ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാലോ കുട്ടികളുടെ പഠിത്ത കാര്യത്തിനോ ട്യൂഷൻ്റെ കാര്യത്തിനോ ഒക്കെ നമ്മൾ എല്ലാവരും പരസ്പരം ഇൻട്രാക്ട് ചെയ്ത് ജീവിച്ചെങ്കിലേ നമ്മൾ ഡൽഹിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മളല്ലെങ്കിൽ ഒരു ഒറ്റ ഫാമിലിയായിട്ട് കേരളത്തിൽ വേണേൽ പറ്റും, പക്ഷേ ഇവിടെ അത് ഒരു ദുഷ്കരമാണ്. നമുക്കൊരു സഹായം തേടാനായിട്ട് നമ്മൾ തന്നെ ആൾക്കാരെ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ അസോസിയേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഈ വർക്കിംഗ് ജേർണലിസ്റ്റ് അതിന് മുൻകൈ എടുക്കുന്നതിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ ഇത്തരം മേളകളൊക്കെ സംഘടിപ്പിക്കുന്ന നല്ലതാണ്. നിങ്ങളുടെ തമ്മിലൊരു കൊഹിഷൻ, കൂടുതൽ അടുപ്പം ഉണ്ടാകും. അപ്പോൾ അടുപ്പം ഉണ്ടാകുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് നന്നായിട്ട് ഇടപഴകാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനും പറ്റും. വലിയ പ്രശ്നങ്ങൾ മറ്റൊരാളോട് കൺസൾട്ട് ചെയ്യുമ്പോഴും അത് ലഘൂകരിക്കണം. എന്താണത്, എന്ത് ചെയ്യണം? ട്യൂഷൻ നല്ല ഇംഗ്ലീഷ് ട്യൂഷൻ എടുക്കാൻ കുട്ടിയെ ഒരാളെ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ സഹപ്രവർത്തകരോട് ചോദിക്കുമ്പോൾ അറിയാം, അത് അവിടെ ഒരാളുണ്ട് നന്നായിട്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഈ സംഘടനയിലെ ആൾക്കാർ തമ്മിലുള്ള ഒരു അടുപ്പം അതിന് നിങ്ങളുടെ ജീവിതം കൂടുതൽ സുഖകരമാക്കും. ബിക്കോസ് നിങ്ങളൊരു സത്യത്തിൽ വിദേശ രാജ്യത്ത് കഴിയുന്ന പോലെയാണ് ഈ ഡൽഹിയിൽ കഴിയുന്നത്. മലയാളികൾ വിദേശ രാജ്യത്തേക്കാളും കഷ്ടമാണ്. വിദേശ രാജ്യത്തെ കൂടുതൽ ബാക്കിയുള്ള എല്ലാം ഇപ്പോൾ ന്യൂയോർക്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ 5 മിനിറ്റിനുള്ളിൽ പോലീസ് വരും നിങ്ങളടുത്ത്. പക്ഷേ ഇവിടെ 4 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസ് വരില്ല. അതാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ നിങ്ങളുടെ തന്നെ ആൾക്കാരേ ഉള്ളൂ. അവിടെ സഹായം കിട്ടത്തക്ക വിധം നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് മൂർച്ച കൂട്ടട്ടെ. അതിന് ഇത്തരം സംഘടനകളും സമൂഹ മീറ്റിങ്ങുകളും ഈ കുടുംബ സദസ്സുകളൊക്കെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നന്ദി, നമസ്കാരം.